السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على سيدنا محمد الصادق الوعد الأمين صلى الله عليه وعلى آله وأصحابه أجمعين. أما بعد، قال رسول الله صلى الله عليه وسلم: بدأ الإسلام غريبا وسيعود كما بدأ. ഏറ്റവും ആദരണീയരായ മുഅ്മിനീങ്ങളെ, ഒരു വെള്ളിയാഴ്ച കൂടി അള്ളാഹുവിന്റെ വിശുദ്ധമായ ഭവനത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടാൻ സാധിച്ചു. ഇതിനേക്കാൾ സന്തോഷത്തോടുകൂടെ അള്ളാഹു നമ്മളെയൊക്കെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒന്നിപ്പിക്കുമാറാവട്ടെ. നമ്മുടെ ദോഷങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരട്ടെ. വിഷമങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ തീർത്ത് സലാമത്തിന്റെ വഴികൾ അള്ളാഹുവിന് ഞങ്ങൾക്ക് തുറന്നു തരണേ റബ്ബേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, പ്രത്യേകിച്ച് പള്ളിക്ക് ചുറ്റും അന്തി ഉറങ്ങുന്നവർ, എല്ലാവർക്കും നീ ഫിർദൗസിന്റെ വാതിലുകൾ തുറന്നു കൊടുക്കണമേ റബ്ബേ. അവരെ ഞങ്ങളെയൊക്കെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒന്നിപ്പിക്കണമേ റബ്ബേ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഞാൻ ഈ പറഞ്ഞ ഹദീസ് ഏറെ ചിന്തനീയമായ ആലോചനകൾക്ക് വിഷയമാക്കേണ്ട സന്ദർഭത്തിലൂടെയാണ് മുസ്ലിം ലോകം കടന്നു പോകുന്നത്. ഹബീബ റസൂലുള്ളാഹി പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം: ബദഅൽ ഇസ്ലാമു ഗരീബ. ഇസ്ലാമിന്റെ ആരംഭദശ, ഇസ്ലാമിന്റെ ആവിർഭാവ കാലഘട്ടം ഒരു വിദേശിയെ പോലെയാണ്. എന്ന് പറഞ്ഞാൽ ആരും സഹായിക്കാനില്ലാതെ, മുസ്ലിമായ വ്യക്തികളെ സഹായിക്കാൻ കഴിയാത്ത, പീഡനങ്ങളുടെയും കഷ്ടപ്പാടിന്റെയും മർദ്ദനങ്ങളുടെയും കാലഘട്ടം. സ്വന്തം ജന്മദേശം വിട്ട് ആദർശ സംരക്ഷണത്തിന് വേണ്ടി മറ്റൊരു നാട്ടിലേക്ക് പലായനം ചെയ്യേണ്ട ദുർഘടമായ ഘട്ടം. ഇതാണ് ഇസ്ലാമിന്റെ ആരംഭദശ. അതാണ് ഹിജ്റ. നമ്മളിവിടെ വിശദീകരിച്ചതാണല്ലോ. എന്നാൽ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് അവിടുത്തെ മുഅ്ജിസത്തിന്റെ നാവ് കൊണ്ട് ലോകാന്ത്യത്തിലേക്ക് അവിടുന്ന് വെളിച്ചം വീശിക്കൊണ്ട് പറഞ്ഞു: വസയഊദു കമാ ബദഅ. ഇസ്ലാമിന്റെ ആരംഭദശ എങ്ങനെയായിരുന്നുവോ അതിലേക്ക് ലോകം തിരിച്ചു പോകും. ലോകാന്ത്യം വരുമ്പോ ഇസ്ലാമിന്റെ ആവിർഭാവ കാലഘട്ടം എത്രമേൽ കഷ്ടതകൾ നിറഞ്ഞതായിരുന്നു, തീഷ്ണമായിട്ടുള്ളതായിരുന്നുവോ ആ തീഷ്ണതയിലേക്ക് ഇസ്ലാം തിരിച്ചു പോകും. അത് ഖിയാമത്ത് നാൾ ലക്ഷണമാണെന്ന് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് പറഞ്ഞാൽ ജന്മദേശത്ത് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ മുസ്ലിങ്ങൾക്ക് വരും. വളച്ചുകെട്ടില്ലാതെ പറഞ്ഞാൽ മുസ്ലിം ലോകം നേരിടുന്ന ഏറ്റവും വലിയ കോംപ്ലിക്കേറ്റഡ് ആയ പ്രോബ്ലംസ് പൗരത്വമായിരിക്കും. നമ്മുടെ രാജ്യത്ത് ലോകത്തെ ഏറ്റവും വലിയ ഡെമോക്രസി ആയിട്ടുള്ള, ലോകത്തെ ഏറ്റവും വലിയ സോഷ്യലിസ്റ്റ് കൺട്രി ആയിട്ടുള്ള നമ്മുടെ രാജ്യത്ത് പോലും നമ്മൾ പൗരത്വത്തിനു വേണ്ടി തീഷ്ണമായ സമരങ്ങൾ നടത്തേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കണം. എന്നാൽ ലോകാന്ത്യം വരുമ്പോ മുസ്ലിങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം പൗരത്വ പ്രശ്നമായിരിക്കും. സ്വന്തം ജന്മനാട്ടിൽ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ. നമ്മളേറെ വാർത്താ മീഡിയകൾ ചർച്ച ചെയ്യുന്ന ഗസ നമുക്കറിയാം. ഗസ ഇന്ന് അനുഭവിക്കുന്ന, ഫലസ്തീൻ ഇന്ന് അനുഭവിക്കുന്ന പീഡനങ്ങൾ മാനവരാശിയുടെ ചരിത്രത്തിൽ തുല്യതയില്ലാത്തതാണ്. ഹൃദയമുള്ളവന്റെ, കരളുള്ളവൻ അലിഞ്ഞു പോകുന്ന, കരളലിയിപ്പിക്കുന്ന വാർത്തകളും ദൃശ്യങ്ങളുമാണ് ഗസയുടെ മണ്ണിൽ നിന്ന് ലോകം ദർശിച്ചു കൊണ്ടിരിക്കുന്നത്. ഗസ കൊടും പട്ടിണിയിലാണ്. ലോകത്തിന്റെ എല്ലാ മാരകായുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അമേരിക്ക പോലത്തെ സാമ്രാജ്യത്വ ശക്തികളുടെ വലിയ വലിയ ആയുധങ്ങൾക്ക് മുന്നിൽ ഈമാനിക കരുത്തുകൊണ്ട് പിടിച്ചു നിന്ന് ജയിച്ചടക്കാൻ കഴിയാത്ത സമൂഹത്തെ പട്ടിണി എന്ന മാരകമായ ആയുധം ഉപയോഗിച്ചുകൊണ്ട് ക്രൂരമായി ഇഞ്ചിഞ്ചായി കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു ഗസക്ക് മോചനത്തിന്റെ വഴി തുറന്നു കൊടുക്കട്ടെ. കരള് പൊട്ടിയിട്ട് പ്രാർത്ഥിക്കേണ്ട സന്ദർഭത്തിലൂടെയാണ് ഗസ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ദൃശ്യ മാധ്യമങ്ങളിൽ നമ്മൾ കാണാറില്ലേ, എക്സ്റേയുടെ പ്രതിരൂപമായ കുട്ടികൾ, എല്ലും തോലുമായ കുട്ടികൾ,
എക്സ്റേയുടെ പ്രതിരൂപമെന്ന് പറയാൻ പറ്റുന്ന എല്ലും തോലുമായ കുട്ടികൾ മരിച്ചു കിടക്കുന്ന ചിത്രങ്ങൾ. അവരൊന്നും മരിച്ചത് ക്ഷയരോഗം ബാധിച്ചുകൊണ്ടല്ല, അവരൊന്നും മരിച്ചു വീണത് ജന്മദേശത്ത് മരിച്ചു വീണത് ഏതെങ്കിലും മാരകമായ രോഗത്തിന് അടിമപ്പെട്ടുകൊണ്ടല്ല. പട്ടിണി കിടന്ന് കഴിക്കാൻ കഴിയാതെ എല്ലും തോലുമായി ഇഞ്ചിഞ്ചായി സയനിസ്റ്റുകൾ കൊല ചെയ്യപ്പെട്ട പിഞ്ചു മക്കളുടെ ചിത്രങ്ങളാണ് ഓരോ ഹൃദയത്തെയും നോവിപ്പിക്കേണ്ടതാണ്. അമ്മിഞ്ഞ പാലിന് വേണ്ടി കരയുന്ന കുഞ്ഞുങ്ങൾ, തന്റെ പൊട്ടിക്കരയുന്ന ഏങ്ങലടിച്ച് കരയുന്ന കുഞ്ഞുങ്ങൾ, ആ കുഞ്ഞുങ്ങളുടെ ചുണ്ട് നനക്കാൻ, തൊണ്ട നനക്കാൻ ഒരിറ്റമ്മിഞ്ഞപ്പാല് കൊടുക്കാൻ കഴിയാത്ത മാതാവിന്റെ ദയനീയമായ ചിത്രം ഏത് മനസ്സുള്ളവനെയാണ് വേദനിപ്പിക്കാതിരിക്കുക? കുട്ടികൾ ആർത്തിരമ്പി കരയുകയാണ്. നിസ്സഹായനായി നിൽക്കുന്ന മാതാവ്, നിസ്സഹായ മാതാവ്. ചുണ്ട് നനക്കാൻ പോലും ഒരു തുള്ളി അമ്മിഞ്ഞപ്പാല് കൊടുക്കാൻ കഴിയാതെ കുഞ്ഞുങ്ങൾ പിടഞ്ഞ് മരിക്കുന്നത് നേർ കണ്ണുകൊണ്ട് കാണാൻ ഹതഭാഗ്യം ലഭിച്ചവരാണ് ഫലസ്തീനിലെ ഉമ്മമാർ, ഗസയിലെ ഉമ്മമാർ. മരിച്ചു കിടക്കുന്ന പട്ടിണികളായി മരിച്ചു കിടക്കുന്ന ശുദ്ധജലം പോലും കുടിക്കാൻ കഴിയാതെ ഉമ്മമാർ മരിച്ചതറിയാതെ ആ ഉമ്മയുടെ അമൃത കുംഭത്തോട് മല്ലടിക്കുകയാണ് ഒരു തുള്ളി പാലിന് വേണ്ടി, അമ്മിഞ്ഞ പാലിന് വേണ്ടി. ആ മരിച്ചു കിടക്കുന്ന ഉമ്മയുടെ അമൃത കുംഭങ്ങളോട് മല്ലടിക്കുന്ന കുഞ്ഞുങ്ങളുടെ ചിത്രം ആരുടെ കരളാണ് അലിയിപ്പിക്കാതിരിക്കുക? പക്ഷേ ഇന്നും കണ്ണും കരളുമില്ലാത്ത, ഹൃദയമില്ലാത്ത സയനിസ്റ്റുകളുടെ മാനവരാശിയുടെ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ലോക ജനതയുടെ കരൾ ഇപ്പോഴും അലിയിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. എത്ര ദയനീയമാണ് ആ ചിത്രങ്ങൾ. ഈജിപ്ഷ്യൻ ജനത അവരുടെ തിരമാലകളിലേക്ക് ധാന്യങ്ങൾ കുപ്പിയിലാക്കി എറിഞ്ഞു കൊടുക്കുകയാണ്. നോക്കൂ നിങ്ങൾ, എത്രമേൽ ദയനീയമായ കാഴ്ചയാണ്. അവൾ വലിയ അടുക്കുകളിലാക്കി, കുപ്പികളിലാക്കി ധാന്യങ്ങളും ഭക്ഷണധാന്യങ്ങളും ഈജിപ്ഷ്യൻ തിരമാലകളിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നു. എന്നെങ്കിലും തഴകി തലോടി ഇത് ഗസയുടെ വിശപ്പകറ്റുമെന്നാണ് അവർ ആഗ്രഹിച്ചുകൊണ്ടാണത്. അതിനവർക്ക് ആഗ്രഹിക്കാൻ ഒരു ന്യായവുമുണ്ട്. സഹസ്രാബ്ദങ്ങൾക്കപ്പുറം, നൂറ്റാണ്ടുകൾക്കപ്പുറം മൂസ എന്ന് പറയുന്ന അലൈഹിസ്സലാം ഒരു കുഞ്ഞിനെ പെട്ടിയിലാക്കി നൈൽ നദിയിൽ ഒഴുക്കിയിട്ട് ലക്ഷ്യസ്ഥാനത്തെത്തിച്ചവരുടെ പിൻതലമുറക്കാരാണ് ഈജിപ്തുകാർ. അതുകൊണ്ട് തന്നെ അവർക്ക് ന്യായവുമുണ്ട് അങ്ങനെ ചെയ്യാൻ. അതുകൊണ്ട് ഗസയ്ക്ക് വേണ്ടി ദുആ ചെയ്യേണ്ട സന്ദർഭമാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ ഇസ്രായേലുകൾ അവർ ഭക്ഷണത്തിന് വേണ്ടി വരി നിർത്തുകയാണ്. ഭക്ഷണത്തിന് വേണ്ടി വരി നിർത്തുമ്പോൾ, ഒരു റൊട്ടി കഷ്ണത്തിന് വേണ്ടി വരി നിർത്തുമ്പോൾ, ഒട്ടിയ വയറുമായി തളർന്ന ശരീരവുമായി ഒരു റൊട്ടി കഷ്ണത്തിന് വേണ്ടി പോരടിക്കുന്ന കുഞ്ഞുങ്ങളുടെയും മുതിർന്നവരുടെയും നെഞ്ചത്തേക്ക് നിഷ്ഠൂരമായി നിറയൊഴിക്കുന്ന ചരിത്രം ലോക ചരിത്രത്തിൽ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? മുഅ്മിനീങ്ങളെ, നമ്മളൊന്ന് ചിന്തിക്കൂ. നമ്മളെ കുഞ്ഞുങ്ങൾക്ക് ഒരു നേരം ഭക്ഷണം കിട്ടാതിരുന്നാൽ ഇവിടെ നിൽക്കുന്ന രക്ഷിതാക്കളുടെ മനസ്സ് നോവിക്കും. നമ്മളെ മക്കൾ സ്ഥാപനത്തിലേക്ക് അയച്ചാൽ, പഠനത്തിന് വേണ്ടി അയച്ചാൽ നമ്മൾ എപ്പോഴും ചോദിക്കും, ഭക്ഷണം കിട്ടാറില്ലേ? ഒരു നേരം കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞാൽ ഏത് മാതാവിന്റെയാണ്, ഏത് പിതാവിന്റെയാണ് ഹൃദയം നോവിക്കാതിരിക്കുക? എന്നാൽ ദിവസങ്ങളോളം ഭക്ഷണം കിട്ടാതെ പിടഞ്ഞു മരിക്കുന്ന, മാത്രമല്ല കുഞ്ഞുങ്ങളെ ചുട്ടുകൊല്ലുന്നു എന്നും ആ കുഞ്ഞുങ്ങളെ തീന്മേശയിൽ വിഭവമാക്കുന്നു എന്ന ഏറ്റവും ക്രൂരമായ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു ഗസക്ക് മോചനത്തിന്റെ വഴി തുറന്നു കൊടുക്കുമാറാവട്ടെ. നോക്കൂ നിങ്ങൾ, എത്രമേൽ ക്രൂരമാണ്. പക്ഷെ ഇന്നും ഉണർന്നിട്ടുണ്ടോ എന്ന് ആലോചിക്കും. ആ ഗസക്കപ്പുറത്താണ് അറബ് നാടെന്ന് പറയുന്നത്. അറബികളാണിവർ. പ്രൗഢമായ ഒരു ഉമ്മത്തിന്റെ, പ്രൗഢമായ ഒരു പാരമ്പര്യത്തിന്റെ, തീഷ്ണമായിട്ടുള്ള, ഉജ്ജ്വലമായ ഒരു ട്രഡീഷണലായിട്ടുള്ള പ്രൗഢമായ പാരമ്പര്യത്തിന്റെ ഉന്നതമായ പാരമ്പര്യം ഉൾക്കൊള്ളുന്നവരാണ് അറബികൾ. ആ അറബ് ദേശത്തിന്റെ തൊട്ടപ്പുറത്താണ് വലിയ ആടുകളെ ഒന്നായിട്ട്
തീന്മേശയിലിട്ട് പുഴുങ്ങി സോഫ്റ്റായ ഭാഗം മാത്രം കഴിച്ച് അതിന്റെ വലിയ ഭാഗങ്ങളും വേസ്റ്റാക്കി കളയുന്ന അറബികൾ അപ്പുറത്താണ് പാർക്കുന്നത്. നോക്കൂ, ചിന്തിക്കൂ നിങ്ങൾ. അറബ് ലോകത്തിന് പോലും ഒന്നും ഉണരാൻ കഴിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം. അവർക്ക് പോലും ഒന്ന് പ്രതികരിക്കാൻ കഴിയുന്നില്ല. പക്ഷേ നമ്മൾ ഇതൊക്കെ പറയുമ്പോഴും അത്ഭുതപ്പെടുത്തുന്ന കാഴ്ച ഗസയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത്ഭുതപ്പെടുത്തുന്ന കാഴ്ച. കുഞ്ഞുങ്ങൾ അവര് മിസൈലുകളുടെയും ബോംബുകളും ഏറ്റുകൊണ്ട് വലിയ വലിയ കെട്ടിടങ്ങൾക്കകപ്പെട്ട് ആ കെട്ടിടങ്ങളിൽ നിന്ന് അർദ്ധശരീരങ്ങളെ, കാലുകളും കഴികളും മുറിഞ്ഞുപോയ അർദ്ധശരീരങ്ങളെ വലിച്ചെടുക്കുമ്പോഴും രക്തത്തിൽ കുതിർന്നു കിടക്കുമ്പോഴും ആ മുഖത്ത് ചിരിയുന്ന ഒരു മന്ദസ്മിതമുണ്ട്. ലോകത്തെ അത് വിസ്മയിപ്പിക്കുകയാണ്. കഴികൾ നഷ്ടപ്പെട്ടവർ, കാലുകൾ നഷ്ടപ്പെട്ട കുഞ്ഞ്, ആ കുഞ്ഞിനെ വലിച്ചെടുക്കുമ്പോഴും അവരുടെ മുഖത്ത് തെളിയുന്ന ഒരു മന്ദസ്മിതമുണ്ട്, ഒരു പുഞ്ചിരിയുണ്ട്. അത് ലോകത്തോട് പറയുന്ന ഒരു സന്ദേശമുണ്ട്. എന്താണ് ലോകത്തിന് കൊടുക്കുന്ന സന്ദേശം? ഞങ്ങളെ അറുകൊല ചെയ്യുന്ന, ഞങ്ങളെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്ന സയനിസ്റ്റ് ഭീകരരെ, ആ സയനിസ്റ്റ് ഭീകരതയ്ക്ക് വെള്ളവും വളവും വെച്ചു കൊടുക്കുന്ന അമേരിക്കൻ കാടത്വമേ, ഇനിയും ഈ നിഷ്ഠൂരമായ മാനവരാശിയുടെ ചരിത്രത്തിലെ തുല്യതയില്ലാത്ത പീഡനമുറകൾ കണ്ടുകൊണ്ട് ഉറക്കം നടിക്കുന്ന ലോകമേ, ഇല്ല, ഞങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല. ഞങ്ങളെ കൊല്ലാൻ ഒരുപക്ഷേ കഴിഞ്ഞേക്കാം നിങ്ങൾക്ക്, ഞങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന ഉജ്ജ്വലമായ സന്ദേശമാണ് ഗസ ലോകത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിന് കാരണം അവർ ഇബ്രാഹീമിന്റെ പിൻതലമുറക്കാരാണ് അലൈഹിസ്സലാം. അവർ യാക്കൂബിന്റെ പേരമക്കളാണ്. അവരാണ് ലോകത്തെ യഥാർത്ഥമായ ഇസ്രായേലുകൾ എന്ന് പറയുന്നത്. അവര് യാക്കൂബ് നബിയുടെയും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെയും ഉജ്ജ്വലമായ പ്രൗഢമായ പാരമ്പര്യത്തിന്റെ സോഫ്റ്റ്വെയർ പ്രവർത്തിക്കുന്നവരാണ് അവർ. അതുകൊണ്ടാണ് അവർക്ക് ഈ തീഷ്ണമായ സമയത്തും ഇങ്ങനെ ചിരിക്കാൻ കഴിഞ്ഞ്. സ്വർഗമാണ് അവർക്ക് മുന്നിൽ. ലോകത്തെ അത്ഭുതപ്പെടുത്തുകയാണ്, ഈമാൻ കൊണ്ട് അത്ഭുതപ്പെടുത്തുകയാണ് ആ സമൂഹം. ആസിയ ബീവി റളിയല്ലാഹു അൻഹാ ഈജിപ്തിന്റെ മണ്ണിൽ, അതും മഹാനായ ബനൂ ഇസ്രായേൽ യാക്കൂബ് നബിയുടെ പിൻതലമുറക്കാരിയാണ് മഹദിയായ ആസിയ ബീവി റളിയല്ലാഹു അൻഹാ. ഫറോവയുടെ ഭാര്യയായിരുന്നു. ലോക ചരിത്രത്തിലെ ഏകാധിപത്യത്തിന്റെ, സ്വച്ഛാധിപത്യത്തിന്റെ സിംബലായി അറിയപ്പെട്ട ഫറോവ എന്ന ക്രൂരൻ, ആ ക്രൂരന്റെ ഭാര്യയായ ആസിയ ബീവി റളിയല്ലാഹു അൻഹയെ പച്ച ശരീരത്തിൽ ആണികൾ അടിച്ചു കയറ്റി. ഓരോ ആണികൾ അടിച്ചു കയറ്റുമ്പോഴും ആ ശരീരത്തിൽ നിന്ന് ചുടുരക്തം നിളങ്ങൾ ഇങ്ങനെ ഒഴുകി ഒഴുകി വന്നപ്പോഴും ആസിയ ബീവി ഇങ്ങനെ ചിരിച്ചു, മന്ദസ്മിതം തൂകി, ലോകത്തെ വിസ്മയിപ്പിച്ചു ആസിയ ബീവി റളിയല്ലാഹു അൻഹാ. ആസിയ ബീവിയോട് ആളുകൾ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇങ്ങനെ ചിരിക്കുന്നത്? ആസിയ ബീവി മറുപടി പറഞ്ഞു, ഞാൻ സ്വർഗം കാണുന്നു. പ്രവിശാലമായ സ്വർഗമാണ് എന്റെ സ്വപ്നം. അതിങ്ങനെ നേരിൽ കാണുമ്പോൾ ഞാനെങ്ങനെ ചിരിക്കാതിരിക്കും? ഇത് തന്നെയാണ് ഗസയുടെ മക്കൾക്കും പറയാനുള്ളത്. അവർ ഉജ്ജ്വലമായ ഒരു സമൂഹത്തിന്റെ പിൻതലമുറക്കാരാണ്. ആ പിൻതലമുറക്കാർ ഇങ്ങനെ അറുകൊല ചെയ്യുമ്പോഴും, ക്രൂരമായ പീഡനത്തിന്റെ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത പീഡനം ഏറ്റുവാങ്ങുമ്പോഴും ഈമാനിക ശക്തി കൊണ്ട് ലോകത്തെ ഗസ വിസ്മയിപ്പിക്കുകയാണ്. ആ ഒരു ഈമാനിക ആവേശം, അതാണ് അവരുടെ കരുത്തായിട്ട് വരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഗസയുടെ കൂടെ നിൽക്കേണ്ട സന്ദർഭമാണ്. ലോകരാജ്യങ്ങൾ ഇനിയും ഉണർന്നിട്ടില്ല. നമുക്ക് ഹൃദയം പൊട്ടി ദുആ ചെയ്യേണ്ട സമയമാണ്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യം എന്നും ഫലസ്തീന് കൂടെ നിന്ന പാരമ്പര്യമാണ്. നമുക്കറിയാം, 1948 മെയ് 4 ലോകത്തെ ഏറ്റവും വലിയ ചതിയിലൂടെയാണ് ഇസ്രയേൽ എന്ന രാജ്യത്തെ ഫലസ്തീന്റെ നെഞ്ചത്ത് അവർ സ്ഥാപിച്ചെടുത്തത്. കൃത്യമായ ലോക ചരിത്രത്തിൽ വലിയ ചതിയായിരുന്നു, കുടുംബവഞ്ചനയായിരുന്നു അത്. ആ ഇസ്രായേൽ സ്ഥാപിക്കുമ്പോഴും ഇന്ത്യയുടെ മഹാനായിട്ടുള്ള ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് പറഞ്ഞൊരു വാക്ക് ചരിത്രത്തിൽ തങ്കലിപികളാൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ നയം അതാണ്, ഇന്ത്യയുടെ ആത്മാവ് അതാണ്. ഗാന്ധിജി പറഞ്ഞു, ജൂതന്മാർ ഒരുപക്ഷെ വലിയ പീഡനങ്ങൾക്ക് വിധേയമായിട്ടുണ്ടാകാം, പക്ഷേ ഫലസ്തീന്റെ മണ്ണിൽ വന്നുകൊണ്ട് രാഷ്ട്രം പണിതത് ഒരിക്കൽ ഇൻഹ്യൂമനാണ്, അത് മാനവികതയ്ക്ക് നിരക്കാത്തതാണ് എന്നാണ് ഗാന്ധിജി പറഞ്ഞതെങ്കിൽ അതാണ് ഇന്ത്യയുടെ സൗഹൃദം. 950 സൂയസ് കനാൽ ആക്രമിക്കാനും പ്രതിരോധിക്കാൻ വേണ്ടി അമേരിക്കയും ബ്രിട്ടനും വന്നപ്പോ ആ പ്രതികൂല കാലാവസ്ഥയിൽ പോലും, ശൈശവാവസ്ഥയിൽ പോലും, 950 എന്ന് പറയുന്നത് സ്വതന്ത്രമായി 3 വർഷമായിട്ടുള്ളൂ. ആ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ പോലും സൈന്യത്തെ പറഞ്ഞയച്ച ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ പേര് പണ്ഡിറ്റ് നെഹ്റു എന്നാണ്.
നോക്കൂ നിങ്ങൾ, ഇന്ത്യയെന്നും മർദ്ദിതരോടുകൂടെ നിന്ന ഇന്ത്യയുടെ ആത്മാവ് സൗഹൃദത്തിന്റെ ആത്മാവാണ്. ഇന്ത്യ ഒരിക്കലും അക്രമത്തിന് കൂട്ടുനിൽക്കില്ല. ഇന്ത്യയിൽ ഒരിക്കലും ഹിറ്റ്ലർമാരോ മുസോളിനിമാർക്കോ ജന്മം നൽകാൻ ഈ രാജ്യത്തിന് കഴിയില്ല. കാരണം ഈ രാജ്യം സൗഹൃദത്തിന്റെ ഇന്ത്യയാണ്. അതുകൊണ്ട് ആ രാജ്യത്തോടൊപ്പം നിൽക്കാൻ രാജ്യം ഭരിക്കുന്നവർ വിമുഖത കാട്ടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ പൂർവ്വപിതാക്കൾ സ്വീകരിച്ച നയങ്ങൾക്ക് പ്രാധാന്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ ഗസക്ക് വേണ്ടി, ഫലസ്തീനു വേണ്ടി ദുആ ചെയ്യാനെങ്കിലും നമ്മൾ മുന്നോട്ട് വരണം. നമ്മൾ ഹൃദയം പൊട്ടിയിട്ട് ആ ഗസക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. ഒരു കാര്യം ഉറപ്പാണ്, ഗസക്ക് മുകളിൽ വിജയത്തിന്റെ സൂര്യൻ ഉദിച്ചിട്ടല്ലാതെ ലോകം അസ്തമിക്കില്ല. അത് ലോകനായകന്റെ വാക്കാണ്. ഏത് അർദ്ധരാത്രിയുടെ ഗർഭഗ്രഹത്തിൽ നിന്നാണ്, ഇരുട്ടിന്റെ അർത്ഥഗർഭമായ ഗർഭഗ്രഹത്തിൽ നിന്നാണ് ഓരോ ദിവസവും സൂര്യൻ ഉദിച്ചു വരുന്നത്. ഓരോ പ്രഭാതവും ഇരുൾ നിറഞ്ഞ ഇരുളിന്റെ ഗർഭഗ്രഹത്തിൽ നിന്നാണ് ഓരോ സൂര്യനും മാനത്തുദിക്കുന്നതെങ്കിൽ അക്രമങ്ങളുടെ, പീഡനങ്ങളുടെ, താടനങ്ങളുടെ, മാനവരാശിയുടെ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത പീഡനങ്ങളുടെ ഇരുണ്ട ഗർഭഗ്രഹത്തിൽ നിന്ന് ഗസ്സയുടെ മുകളിൽ പ്രകാശപൂരിതമായ വിജയത്തിന്റെ സൂര്യൻ ഉദിച്ചിട്ടല്ലാതെ ലോകാന്ത്യം സംഭവിക്കുകയില്ല. ഖുദ്സ് ചിരിക്കും, ഗസ ചിരിക്കും. ആ നല്ല നാളേക്ക് വേണ്ടി നമുക്ക് അക്ഷമയോടുകൂടി കാത്തിരിക്കാം. ഖുദ്സ് ജയിച്ചിട്ടില്ലാതെ, ഫലസ്തീൻ ജയിച്ചിട്ടില്ലാതെ, അന്ന് കരയാൻ പോലും ഒരു സയനിസ്റ്റ് ഇല്ലാത്ത വിധം ഗസ ജയിച്ചു വരും. ഫലസ്തീൻ ചിരിച്ചിട്ടില്ലാതെ ലോകാന്ത്യം സംഭവിക്കില്ല. അള്ളാഹു ഗസക്ക് മോചനം നൽകുമാറാവട്ടെ. അള്ളാഹുവേ, അവിടുത്തെ പീഡനങ്ങൾക്ക് നീ പരിഹാരം കാണണേ റബ്ബേ. അല്ലാഹുവേ, ആ പട്ടിണി കിടന്ന് ഇഞ്ചിഞ്ചായി മരിക്കുന്ന അവരുടെ രക്തത്തെ അവരുടെ ശരീരത്തിൽ ഓതുന്നത് ഞങ്ങളുടെ രക്തമാണ് റബ്ബേ. അല്ലാഹുവേ റബ്ബേ, അവർക്ക് നീ മോചനത്തിന്റെ വഴി തുറക്കണമേ റബ്ബേ. ലോക മുസ്ലിങ്ങൾക്ക് ഇസ്സത്ത് കൊടുക്കണേ റബ്ബേ. ലോക മുസ്ലിങ്ങൾക്ക് ഇസ്സത്ത് കൊടുക്കണമേ റബ്ബേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين.